Today onwards, we discuss our next module topic. Our next module is module 5 and topic is radiography testing. Okay, module 5 radiography testing. The syllabus includes radiography testing principle, then electromagnetic radiation sources like X-ray sources and the production of X-ray sources, high energy X-ray sources and the gamma ray source, then properties of X-rays and gamma rays. അപ്പോൾ നമ്മൾ റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് എന്ന് പറയുന്ന അടുത്ത മൊഡ്യൂളിലേക്ക് പോവുകയാണ്. ഈ മൊഡ്യൂളിൽ റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ, അതുപോലെ റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയേഷൻ സോഴ്സുകളായ എക്സ്റേ സോഴ്സിനെ കുറിച്ചും അതുപോലെ ഗാമ റേ സോഴ്സിനെ കുറിച്ചും നമ്മൾ പറയും, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയും. ദെൻ ഡിഫറെൻറ്റ് റേഡിയോഗ്രഫി ഇൻസ്പെക്ഷൻ ടെക്നിക്സായ SWSI, DWSI, DWDI തുടങ്ങി പനാരമിക് എക്സ്പോഷർ, ദെൻ റിയൽ ടൈം റേഡിയോഗ്രഫി ഒക്കെ പഠിക്കും. അതോടൊപ്പം തന്നെ റേഡിയോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഫിലിംസ്, ടൈപ്സ് ഓഫ് ഫിലിംസ്, ക്വാളിറ്റി ഓഫ് ദ ഫിലിംസ്, സ്പീഡ് ഓഫ് ദ ഫിലിംസ് ഒക്കെ പഠിക്കും. ദെൻ സ്ക്രീൻസ് യൂസ്ഡ് ഇൻ റേഡിയോഗ്രഫി, ദെൻ ക്വാളിറ്റി ഓഫ് എ ഗുഡ് റേഡിയോഗ്രഫ്, അതെങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റി തിരിച്ചറിയാൻ സാധിക്കുന്നത്. ദെൻ ഫിലിം പ്രോസസ്സിങ് എങ്ങനെയാണ്, ഇൻ്റർപ്രറ്റേഷൻ ഇവാലുവേഷൻ എങ്ങനെയാണ്, സേഫ്റ്റി ആസ്പെക്റ്റ് എന്തൊക്കെയാണ്, ദെൻ ലാസ്റ്റ് ആപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റേഡിയോഗ്രഫി ടെസ്റ്റിംഗ്. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. റേഡിയോഗ്രഫി ടെസ്റ്റിംഗ്. റേഡിയോഗ്രഫി ഈസ് ആൻ ഇമേജിംഗ് ടെക്നിക് യൂസിങ് എക്സ്റേസ് ടു വ്യൂ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇപ്പോൾ നമുക്ക് ഒരു സ്പെസിമെൻ തന്നു, ആ സ്പെസിമെനകത്ത് എന്തെങ്കിലും ഇൻറ്റേർണലായിട്ട് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയണം. പക്ഷെ നമുക്കത് നേക്കഡ് ആയിക്കൊണ്ട് വിസിബിൾ അല്ല, അല്ലെങ്കിൽ ആ സ്പെസിമെനകത്താണ് ആ ഒരു ഡിഫക്റ്റ് ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു എക്സ്റേ അല്ലെങ്കിൽ ഗാമ റേ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പ്രിൻസിപ്പിൾ പറയാൻ നേരത്ത് പറയും. അപ്പോൾ എനിവേ ഇവിടെ ഒരു നമ്മൾ സാധാരണ നമ്മൾ മെഡിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ എക്സ്റേ ഒക്കെ എടുക്കുന്നുണ്ട്. അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമ്മളുടെ ബോണിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ എക്സ്റേ എടുത്തിട്ട് ബോണുള്ള പോർഷൻസ് നമുക്ക് വെളുത്ത് ആ എക്സ്റേയിൽ കാണാം. അപ്പോൾ ആ ബോണുള്ള പോർഷൻ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബോൺ ഫ്രാക്ചറോ അല്ലെങ്കിൽ ബോണിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും ഡിഫക്റ്റുകളുണ്ടോ എന്ന്, ബോഡിയുടെ ഡിഫക്റ്റുകളുണ്ടോ എന്ന് ആ എക്സ്റേ ഫിലിമിലൂടെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മുടെ സ്പെസിമെനകത്ത് എന്തെങ്കിലും രീതിയിൽ ക്രാക്കുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുപോലൊരു എക്സ്റേ ഫിലിം ഉണ്ടാകും. ആ എക്സ്റേ ഫിലിം നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ടു ക്രിയേറ്റ് ദ ഇമേജ് എ ബീം ഓഫ് എക്സ്റേസ് എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റേ ജനറേറ്റർ ആൻഡ് ഈസ് പ്രൊജക്റ്റഡ് ടുവാർഡ്സ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ റേഡിയോഗ്രഫിയിൽ നമ്മൾ എക്സ്റേ യൂസ് ചെയ്യും, ഗാമ റേ യൂസ് ചെയ്യും. എക്സ്റേ ആണെങ്കിൽ എക്സ്റേ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിൽ നിന്ന് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്ത് ആ എക്സ്റേ ആയിരിക്കും നമ്മൾ സ്പെസിമെനിൽ കൂടെ കടത്തിവിടുന്നത്. എന്നിട്ട് സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യും. അവിടെ നമുക്കൊരു എക്സ്റേ ഫിലിം ഉണ്ടാകും. ആ ഫിലിം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ദെൻ സ്റ്റഡി ചെയ്യുന്നത് ആ സ്പെസിമെനകത്ത് ക്രാക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി അതുകൂടാതെ നമ്മൾ റേഡിയോഗ്രഫിയിൽ ഗാമ റേസ് യൂസ് ചെയ്യും. ഗാമ റേസ് യൂസ് ചെയ്യുമ്പോൾ അത് ഗാമ റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐസോട്ടോപ്പുകളാണ്. ആ ഐസോട്ടോപ്പിൽ നിന്ന് വരുന്ന ഗാമ റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എഗെയിൻ നമ്മൾ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യും. അവിടെ നമുക്കൊരു റേഡിയോഗ്രഫി ഫിലിം ഉണ്ടാകും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിലിം ആ സ്പെസിമെനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദ റേഡിയേഷൻ ക്യാൻ കം ഫ്രം ആൻ എക്സ്റേ ജനറേറ്റർ ഓർ റേഡിയോ ആക്റ്റീവ് സോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റേ ജനറേറ്റർ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റേഡിയോ ആക്റ്റീവ് സോഴ്സുകളാണെങ്കിൽ ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് റേസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് നടത്തുക. റേഡിയോഗ്രഫി ടെസ്റ്റിംഗ്. ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രഫി ഈസ് എ മെത്തേഡ് ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് വെയർ മെനി ടൈപ്പ് ഓഫ് മാനുഫാക്ചർഡ് കമ്പോണൻസ് ക്യാൻ ബി എക്സാമിൻഡ് ടു വെരിഫൈ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ സ്പെസിമെൻ. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രാക്കുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പോറോസിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് എങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിലൂടെ സാധിക്കും. Industrial radiography can be performed utilizing either X-rays or gamma rays. അപ്പോൾ ഇവിടെ എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേസ് യൂസ് ചെയ്തുകൊണ്ടാണ് റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് നടത്തുക. ഈ രണ്ട് റേസും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്.
Then radiography testing. This method of well testing makes use of X-rays producing an X-ray tube or gamma rays produced by a radioactive tube. നേരത്തെ പറഞ്ഞതാണ് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്റേ സോഴ്സ് ഉണ്ട്, അത് എക്സ്റേ ട്യൂബ് എന്ന് പറയും. ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. അപ്പോൾ ഈ രണ്ട് റേസിൽ ഏതെങ്കിലും ഒന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് എടുത്തുകൊണ്ടാണ് നമ്മൾ സ്പെസിമെനിലേക്ക് ആ റേഡിയേഷൻ പാസ് ചെയ്തുകൊണ്ട് സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്നത്. അത് വെൽഡ് ആകാം, കാസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് ആകാം, ഫോർജ് ചെയ്ത പ്രോഡക്റ്റ് ആകാം, എനിവേ. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റേഡിയോഗ്രഫി, ഈ റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സ്കീമാറ്റിക് കാണിക്കാം. ഈ സ്കീമാറ്റിക്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ സ്പെസിമെൻ. ഓക്കെ, ആ സ്പെസിമെൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. അതിനകത്ത് ഈ കാണുന്നത് ഒരു ക്രായ്ക്കാണ്. ഇനി ആ സ്പെസിമെൻ നമ്മൾ ഈ കാണുന്നതാണ് സ്പെസിമെൻ. ആ സ്പെസിമെൻ്റെ ബോട്ടം സൈഡിലായിട്ട് നമ്മൾ ഒരു എക്സ്റേ ഫിലിം വെക്കുന്നു. ദെൻ നമ്മൾ എക്സ്റേ ഈ സ്പെസിമെനിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ സ്പെസിമെനിലൂടെ എക്സ്റേ കടന്നുപോയി ഫിലിമിൽ വന്ന് വീഴുന്നു. ദെൻ ആ ഫിലിമിൻ്റെ ഒരു സ്ട്രക്ചറാണ് ആ ഫിലിമിന് ടോപ്പ് വ്യൂ. ആ ഫിലിമിൻ്റെ ഒരു ടോപ്പ് വ്യൂവിൽ നിന്ന് ഫിലിം നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്റേ വന്ന് വീഴുമ്പോൾ ഇത് മെറ്റീരിയലിന് ഇത്രയും തിക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെറ്റീരിയലിന് തിക്നെസ് കുറവാണ്. അതുപോലെ ഇവിടെ ഒരു ക്രായ്ക്കുണ്ട്. അപ്പോൾ ഈ റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റേഡിയേഷൻസ് ഡയറക്റ്റ് ഫിലിമിൽ വന്ന് വീഴുകയാണെങ്കിൽ ആ വീഴുന്ന പോർഷൻസ് എല്ലാം കറുത്തിരിക്കും. ഓക്കെ, ദെൻ എവിടെയൊക്കെയാണോ റേഡിയേഷൻസ് വീഴാതിരിക്കുന്നത് ആ പോർഷൻസ് വെളുത്തിരിക്കും മീൻസ് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ എന്നാ പറയുന്നത്, ഈ ഒരു എക്സ്റേ പാസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഫിലിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് കാണാൻ സാധിക്കില്ല. ആ എക്സ്റേ ഫിലിമിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഉള്ള കറുത്തതും വെളുത്തതുമായ പോർഷൻസ് കാണാൻ പറ്റും. നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുക്കുമ്പോൾ ആ എക്സ്റേ എടുത്തതിന് ശേഷം ആ ഫിലിമിൽ നമ്മൾ നോക്കിയാൽ ഫിലിമിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ആ ഫിലിമിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള ബോണുള്ള പോർഷൻസ് എല്ലാം വെളുത്തിരിക്കുന്നതും അതുപോലെ കുറച്ച് പോർഷൻസ് കറുത്തിരിക്കുന്നതും. അപ്പോൾ ആ ഫിലിമിൽ ഏതൊക്കെ പോർഷൻസ് ആണോ കറുത്തിരിക്കുന്നത് ആ കറുത്തിരിക്കുന്ന പോർഷൻസിൽ റേഡിയേഷൻസ് ഡയറക്റ്റ് ആ ഫിലിമിലേക്ക് വന്നു വീണു. ഇനി വെളുത്തിരിക്കുന്ന പോർഷൻസ് എന്ന് പറയുമ്പം റേഡിയേഷൻസ് ആ ഫിലിമിൽ എത്താത്ത പോർഷൻസാണ്. കാരണം റേഡിയേഷനെ നമ്മുടെ ബോൺസ് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ പോർഷനിൽ ആ ബോണുള്ള പോർഷൻസിൽ റേഡിയേഷൻസ് ബോണിൽ കൂടെ കടന്നു പോകുന്നില്ല. അപ്പോൾ അത് ഫിലിമിൽ എത്തിച്ചേരാതെ വരുന്നു. അപ്പോൾ അത്രയും പോർഷൻസ് വെളുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കേസ് നോക്കാൻ നേരത്ത് ഈ ഒരു എക്സ്റേ ഫിലിമിൽ ഈ കാണുന്ന ഈ ഒരു പോർഷൻസ് നല്ല ബ്ലാക്കാണ്. ഈ രണ്ട് സൈഡും നല്ല ബ്ലാക്കാണ്. അതിന് കാരണം ഈ ഒരു പോർഷനിൽ മെറ്റീരിയൽ ഇല്ല, സ്പെസിമെൻ ഇല്ലാത്തതുകൊണ്ട് ഈ എക്സ്റേയുടെ റേഡിയേഷൻ ഡയറക്റ്റ് ഈ ഫിലിമിൽ വന്ന് പതിക്കുന്നു. അതുകൊണ്ട് അവിടെ ആ ഡാർക്ക്നെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു പോർഷൻ എടുക്കുകയാണ്. ഈ ഒരു പോർഷൻ എടുക്കാൻ നേരത്ത് ഈ ഒരു പോർഷന് ഒരു പർട്ടിക്കുലർ തിക്നെസ്സേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സെക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ തിക്നെസ് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫിലിമിൽ എത്തിച്ചേരുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. എവിടെയാ? ഈ ഒരു സെക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. പക്ഷേ ഡയറക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷനും നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ബ്ലാക്ക്നെസ് കൂടുതലാണ്. കാരണം ഇവിടെ ഡയറക്റ്റ് റേഡിയേഷൻ എത്തി. ഇവിടെ ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉള്ള കാരണം കുറച്ച് റേഡിയേഷനെ എത്താൻ സാധിച്ചുള്ളൂ ഫിലിമിലേക്ക്. കുറച്ച് റേഡിയേഷൻ ഈ മെറ്റീരിയൽ അബ്സോർബ് ചെയ്തു, കുറച്ച് റേഡിയേഷൻ മാത്രമേ ഫിലിമിൽ എത്തിച്ചേരാൻ പറ്റൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഒരു ഷെയ്ഡഡ് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഡാർക്ക്നെസ്. പക്ഷെ അതൊരിക്കലും ഡയറക്റ്റ് എക്സ്പോഷറിൻ്റെ അത്രയും ഡാർക്ക്നെസ് വരത്തില്ല. ഇനി എഗെയിൻ നമ്മൾ ഈ ഒരു തിക്നെസ് എടുക്കുകയാണെങ്കിൽ അവിടെ എഗെയിൻ തിക്നെസ് കൂടി. അതുകൊണ്ട് കൂടുതൽ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും ആ ഫിലിമിൽ എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടെ വെളുത്തിരുന്നു, അല്ലെങ്കിൽ ഡാർക്ക്നെസ് കുറഞ്ഞിരുന്നു. ഇനി ഇതിനകത്തൊരു ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ക്യാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത്രയും സ്പേസിൽ മെറ്റീരിയൽ ഇല്ല.
അതുകൊണ്ട് തന്നെ റേഡിയേഷൻ ഈ ഒരു പോർഷനിൽ കൂടെ എത്തുന്ന റേഡിയേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ കുറച്ചും കൂടെ ഒരു ഡാർക്ക്നെസ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് സ്പെസിമെനാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സ്പെസിമെൻ്റെ ബോട്ടം സൈഡിൽ നമ്മൾ ഫിലിം വെക്കുന്നു. എന്നിട്ട് എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, അല്ലെങ്കിൽ ഗാമാറേ ആണെങ്കിൽ ഗാമാറേ സോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇമേജ്, ആ ഇമേജ് ഹിഡൻ ആയിരിക്കും. ഹിഡൻ ഇമേജ് നമുക്ക് ഈ ഫിലിമിലുണ്ടാകും. ദെൻ നമ്മൾ ആ ഫിലിമിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ ആ ഒരു ഡാർക്ക്നെസ്സിൻ്റെ വേരിയേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയകൾ എവിടെയാണ്, ഡാർക്ക്നെസ് കുറഞ്ഞ ഏരിയകൾ എവിടെയാണ്, ഡാർക്ക്നെസ് കൂടിയ ഏരിയകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ക്യാവിറ്റീസ് ഉള്ള പോർഷൻ നമുക്ക് ഈ ഒരു ഇതിന് കാണാൻ സാധിക്കും. കാരണം ക്യാവിറ്റീസ് ഉള്ളപ്പം അത്രയും മെറ്റീരിയൽ അവിടുന്ന് പോയി. മെറ്റീരിയൽ പോയതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ്റെ തിക്നെസ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ റേഡിയേഷൻസ് കൂടുതൽ ആ ഒരു പോർഷനിൽ ഫിലിമിൽ എത്തിച്ചേരും. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ ഷെയ്ഡ് വ്യത്യാസമായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റേഡിയോഗ്രാഫി ടെസ്റ്റിങ്ങിൽ. ആ ഫിലിമിൽ ഡയറക്റ്റായിട്ട് എത്തുവാണെങ്കിൽ ഒരു ഡാർക്ക്നെസ് ഉണ്ടാകും. ഇനി ആ എത്ര എമൗണ്ട് എത്തിച്ചേരുന്നു എന്നതിനെ ആശ്രയിച്ച് ആയിരിക്കും ആ ഡാർക്ക്നെസ്. ആ ഫിലിമിലേക്ക് റേഡിയേഷൻ എത്തിച്ചേരുന്നില്ല എങ്കിൽ ആ പോർഷൻ വെളുത്തിരിക്കും. ഓക്കെ, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് ഡാർക്കായിട്ടിരിക്കും. ദെൻ ഇനി ആ എത്തിച്ചേരുന്നതിൻ്റെ എമൗണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ആ ഡാർക്ക്നെസ് മാറി വരും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു സ്പെസിമിനകത്ത് ക്യാവിറ്റി ഉണ്ട് എങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. നമ്മുടെ എക്സ്റേ, ബോഡിയുടെ എക്സ്റേ എടുക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ബോണുള്ള പോർഷനിൽ ഈ റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ റേഡിയേഷൻ ആ ബോണിൽ കൂടെ കിടന്ന് ഫിലിമിൽ എത്തിച്ചേരുന്ന എമൗണ്ട് കുറയുന്നു. എന്നാൽ ബോഡിയിൽ കൂടെ, ബാക്കി ഫ്ലഷിൽ കൂടെ പോകുന്ന എമൗണ്ട് കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ആ ബോണുള്ള പോർഷൻ മാത്രമായിട്ട് നമുക്ക് വെളുത്ത് ഒരു ഇമേജ് കിട്ടാൻ കാരണം. ഓക്കെ, ഈ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് പോകാം. റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ടിങ് മെറ്റീരിയൽസ് ഫോർ ഹിഡൻ ഫ്ലോ ഓർ ഡിഫെക്ട്സ് ബൈ യൂസിങ് ദ എബിലിറ്റി ഓഫ് ഷോർട്ട് വേവ് ലെങ്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ടു പെനട്രേറ്റ് വേരിയസ് മെറ്റീരിയൽസ്. അപ്പം നമ്മളിവിടെ എക്സ്റേ അല്ലെങ്കിൽ ഗാമാറേ മുതൽ തുടങ്ങിയ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മെറ്റീരിയലിനകത്തുള്ള ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ എക്സ്റേ സ്പെസിമെൻ ഇവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് പല ഡാർക്ക്നെസ് ഏരിയയിലുള്ള ഒരു ഫിലിം നമുക്ക് കിട്ടും. ആ ഫിലിമിൽ സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. The intensity of the radiation that penetrates and passes through the material is captured by radiation sensitive film. അപ്പോൾ അതാണ് എത്ര ഇൻറ്റൻസിറ്റി റേഡിയേഷൻ ഈ ഫിലിമിൽ വന്ന് പതിക്കുന്നു എന്നത് ഈ മെറ്റീരിയലിൻ്റെ തിക്നെസ്സിനെ ആശ്രയിച്ചിരിക്കും, മെറ്റീരിയൽ നേച്ചറിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ അത് ഫിലിമിൽ എത്തിച്ചേരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു, ഫിലിമിലൊരു മാറ്റം ഉണ്ടാകുന്നു. അതാണ് നമ്മൾ പിന്നീട് ഫിലിം പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കറുത്തതും വെളുത്തതുമായിട്ടുള്ള പോർഷൻസ് കിട്ടുന്നത്. ഇനി ആ ഫിലിമിൽ എത്തിച്ചേരുന്ന ഇൻറ്റൻസിറ്റി, റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ആ പോർഷൻസ് കറുത്തിരിക്കും. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കുറവാണെങ്കിൽ ആ പോർഷൻസ് കുറച്ച് വെളുത്തിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഡാർക്ക്നെസ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ആ ഹൈ ഇൻറ്റൻസിറ്റി റേഡിയേഷൻസ് പതിച്ച പോർഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദ പാർട്ട് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ റേഡിയേഷൻ സോഴ്സ് ആൻഡ് എ പീസ് ഓഫ് ഫിലിം. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്പെസിമെൻ റേഡിയേഷൻ സോഴ്സിനും അതുപോലെ തന്നെ ഫിലിമിനും ഇടയ്ക്ക് നമ്മൾ വെച്ചു. ദെൻ ദ പാർട്ട് വിൽ സ്റ്റോപ്പ് സം ഓഫ് ദ റേഡിയേഷൻ. ഈ കാണുന്ന സ്പെസിമെന് ഈ ഒരു തിക്നെസ് ഉള്ള പോർഷൻ എന്ന് പറയുമ്പം കൂടുതൽ റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യും ആസ് കമ്പയർഡ് ടു ഈ ഒരു പോർഷൻ. ദെൻ സ്പെസിമെൻ ഇല്ലാത്ത പോർഷനിൽ ഡയറക്റ്റ് എക്സ്പോഷർ ഉണ്ടാകും. തിക്കർ ആൻഡ് മോർ ഡെൻസർ ഏരിയ വിൽ സ്റ്റോപ്പ് മോർ ഓഫ് ദ റേഡിയേഷൻ. അതാണ് ഈ കാണുന്നതാണ് തിക്കർ ഏരിയ. തിക്കർ അല്ലെങ്കിൽ മോർ ഡെൻസർ ഏരിയ കൂടുതൽ റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പോർഷനിൽ കൂടെ റേഡിയേഷൻ പാസ് ചെയ്ത് ഫിലിമിൽ എത്തിച്ചേരുന്ന എമൗണ്ട് കുറവായിരിക്കും. ഓക്കെ, ദ ഫിലിം ഡാർക്ക്നെസ് വിൽ വേരി വിത്ത് ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ റീച്ചിങ് ദ ഫിലിം ത്രൂ ദ ടെസ്റ്റ് ഓഫ് ബെറ്റ്. അപ്പോൾ ഈ സ്പെസിമെനിൽ കൂടെ പാസ് ചെയ്ത് എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസിറ്റി ഉള്ള റേഡിയേഷൻ ഫിലിമിൽ എത്തിച്ചേരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫിലിമിലെ ആ ഒരു കാണുന്ന ഷെയ്ഡഡ് പോർഷൻസ്. അപ്പോൾ ഫിലിമിൽ പതിക്കുന്ന ആ റേഡിയേഷൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ ലെക്സ് എക്സ്പോഷർ ഏരിയ കിട്ടും. അതായത് ഒരു
വൈറ്റ് ആയിട്ടുള്ള ഏരിയ കിട്ടും. ഇനി ഫിലിമിൽ പതിക്കുന്ന ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ദ ഫിലിം ഡാർക്ക്നെസ് വിൽ വേരി വിത്ത് ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ റീച്ചിങ് ദ ഫിലിം ത്രൂ ദ ടെസ്റ്റ് ഒബ്ജക്റ്റ് വെയർ darker areas indicate more exposure, that is high radiation intensity, and lighter areas indicate less exposure. അപ്പോൾ ഒരു റേഡിയോ ഫിലിം നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഏതൊക്കെ പോർഷൻസ് ആണോ ഡാർക്കറായിട്ട് കാണുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ആ ഒരു പോർഷൻസിലൊക്കെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കൂടുതൽ വന്ന് പതിച്ചു. ഇനി ഏതൊക്കെ പോർഷൻസ് ആണോ കുറച്ച് ബ്രൈറ്ററായിട്ട് ഇരിക്കുക, അപ്പോൾ ആ പോർഷൻസിലൊക്കെ നമുക്ക് മനസ്സിലായി റേഡിയേഷൻ അത്ര രീതിയിൽ എത്തിയില്ല. ഇനി ഇതുപോലെ ക്രായ്ക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ ഈ കാണുന്ന ക്രായ്ക്കിൻ്റെ അവിടുത്തെയും ഷെയ്ഡിങ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അവത്തിൽ നമുക്ക് ക്രായ്ക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. This variation in the image darkness would be used to reveal the presence of any flaws or discontinuity inside the material. അപ്പോൾ ഈ കാണുന്ന ഈ കളർ വ്യത്യാസം അല്ലെങ്കിൽ ഈ ഡാർക്ക്നെസ്സിന് ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം മൂലം നമുക്ക് ആ സ്പെസിമിനകത്ത് ക്രായ്ക്കുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇവിടെ ക്രായ്ക്കുള്ളത് കൊണ്ട് ആ ക്രായ്ക്കുള്ളത് അത്രയും ഭാഗത്തെ മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ടും കൂടുതൽ റേഡിയേഷൻസ് ആ ക്രായ്ക്കുള്ള പോർഷനിൽ മാത്രം വന്ന് വീണു. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ക്രായ്ക്കിൻ്റെ ഷേപ്പിൽ ഒരു ഡാർക്ക്നെസ് കൂടിയൊരു പോർഷൻ കിട്ടുന്നു. അപ്പോൾ അവത്തിൽ നമുക്ക് ക്രായ്ക്കുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. The energy of the radiation affects its penetrating power. Higher energy radiation can penetrate thicker and more denser material. അപ്പോൾ കൂടുതൽ എനർജിയുള്ള റേഡിയേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ തിക്നെസ് ഒക്കെയുള്ള മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പം വളരെ തിക്നെസ് കൂടിയൊരു മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ലോ എനർജിയുള്ള റേഡിയേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ആ റേഡിയേഷൻ ആ മെറ്റീരിയൽ കൂടെ പാസ്സാകും തോറും അതിൻ്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, അത് മെറ്റീരിയൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫൈനലി അത് എത്തിച്ചേരുമ്പോൾ വളരെ ലോ ഉള്ള ഒരു എനർജി ആയിട്ട് മാറും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ആ കേസിൽ നമുക്ക് ആ മെറ്റീരിയൽ ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരാം. അപ്പോൾ അതുകൊണ്ട് വളരെ തിക്നെസ് കൂടിയ മെറ്റീരിയൽ ഹൈ എനർജി റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കാണുന്നത് ഒരു സ്പെസിമെനാണ്. ആ സ്പെസിമെനിൽ വളരെ ഡാർക്കറായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പോഷർ ഏരിയയാണ്. ബാക്കിയുള്ള ഈ ഒരു പോർഷനിൽ വൈറ്റ് ആയിട്ടിരിക്കുന്ന പോർഷൻസിൽ റേഡിയേഷൻ വളരെ കുറച്ചേ എത്തിയിട്ടുള്ളൂ. അതുപോലെ ഈ ഒരു കാണുന്ന ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷനിൽ റേഡിയേഷൻ കൂടുതലെത്തി. എഗെയിൻ അപ്പോൾ ഈ കളർ വേരിയേഷൻ കാണിക്കുന്നത് ഇവിടെ റേഡിയേഷൻ ഡയറക്റ്റ് എത്തി, ഇവിടെ റേഡിയേഷൻ വളരെ കുറവാണ് ആ ഫിലിമിൽ എത്തിച്ചേർന്നത്, ഇവിടെ കുറച്ചും കൂടെ കുറവാണ്, കുറച്ചുകൂടെ കൂടുതലാണ്, ഇവിടെ കുറേ കൂടെ കൂടുതലാണ്, എഗെയിൻ ഇവിടെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഇമേജ് കിട്ടും. ഇവിടെ ഈ കാണുന്നതും ഈ ഒരു രീതിയിലാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഒരു കണ്ടോ ഇവിടെ ഒരു എന്നാ പറയുന്നത് ഇവിടെ ഈ പോർഷനിൽ ഡയറക്റ്റ് റേഡിയേഷൻ എത്തിയത് കൊണ്ടാണ് ഈ ഒരു പോർഷൻ ഡാർക്കായിട്ടിരിക്കുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് റേഡിയോഗ്രഫി ടെസ്റ്റിംഗ്. ക്യാൻ ഇൻസ്പെക്ട് അസംബിൾഡ് കമ്പോണൻറ്റ്സ്. നമുക്കറിയാം ഈ ഒരു മെത്തേഡിൽ നമുക്ക് സർഫസ് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതുമാത്രമല്ല നമുക്ക് സ്പെസിമെൻ എന്ന് പറയുമ്പോൾ ഏത് സ്പെസിമെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്യാൻ ഇൻസ്പെക്ട് അസംബിൾഡ് കമ്പോണൻറ്റ്സ്. അസംബിൾഡ് മീൻസ് നമുക്ക് 2-3 കമ്പോണൻറ്റ്സ് ചേർത്ത് വെച്ച ഒരു എക്യുപ്മെൻ്റാണ്, അല്ലെങ്കിൽ അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് എങ്കിൽ ആ അസംബിൾ ചെയ്തിരിക്കുന്ന പാർട്ട് വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മിനിമം സർഫസ് പ്രിപ്പറേഷൻ റിക്വയർഡ്. സർഫസ് പ്രിപ്പറേഷൻ കാര്യമായിട്ട് വേണ്ട. ഡിറ്റക്ട് ബോത്ത് സർഫസ് ആൻഡ് സബ് സർഫസ് ഡിഫക്റ്റ്. സർഫസിലുള്ളതും സബ് സർഫസിലുള്ളതുമായ ഡിഫക്റ്റുകൾ ഇത് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡ്സ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ദി ഇൻസ്പെക്ഷൻ. ഒരു പ്രാവശ്യം ഇൻസ്പെക്ട് ചെയ്താൽ അതിൻ്റെ ആ എക്സ്റേ ആ ഒരു ഫിലിം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അതൊരു പെർമനൻറ്റ് റെക്കോർഡായിരിക്കും. വേരിഫൈ ഇൻറ്റേർണൽ ഫ്ലോസ് ഓൺ കോംപ്ലക്സ് സ്ട്രക്ചർ. കോംപ്ലക്സ് സ്ട്രക്ചറിലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫ്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ ഐസൊലേറ്റ് ആൻഡ് ഇൻസ്പെക്ട് ഇൻറ്റേർണൽ കമ്പോണൻറ്റ്സ്. ഇൻറ്റേർണൽ കമ്പോണൻറ്റ്സിനെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റുകളുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആൻഡ് മെഷർ ഇൻറ്റേർണൽ ഫ്ലോസ്. ഇതിൽ നമുക്ക് റേഡിയോ ഫിലിമിൽ നമുക്ക് വരുന്ന ഇമേജ് എന്താണ് അത് ഫിലിം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടും. അതുപോലെ മെഷർ ഡയമെൻഷൻസ് ആൻഡ് ആംഗിൾസ് വിത്തിൻ ദ സാമ്പിൾ വിത്തൗട്ട് സെക്ഷനിങ്. ദെൻ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ തിക്നെസ്.
അതായത് തിക്നെസ്സിലുണ്ടാകുന്ന വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡാർക്ക്നെസ് മാറും. നമ്മൾ ആദ്യം പ്രിൻസിപ്പിളിൽ പറഞ്ഞ ആ ഡയഗ്രാം. ഇൻ കേസ് കൊറോഷൻ മൂലം ആ മെറ്റീരിയലിൻ്റെ തിക്നെസ് കുറഞ്ഞാലോ ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്പെസിമെൻ യൂസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ കൊറോഷൻ മൂലം അതിൻ്റെ തിക്നെസ് കുറഞ്ഞാൽ അത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല, ഒരു മെറ്റീരിയലിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എങ്കിൽ ആ പെയിൻറ്റിൻ്റെ തിക്നെസ് എത്രയാണ് എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാനും ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്റേ റേഡിയോഗ്രഫിയിൽ റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു.